ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ SCERT ചാപ്റ്ററായ 6ാം ക്ലാസ്സിലെ SCERT ചാപ്റ്റർ ജനാധിപത്യവും അവകാശങ്ങളും എന്ന പാഠമാണ് പഠിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ പാഠത്തിലേക്ക് കടന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, നമ്മൾ സെലക്റ്റഡ് ചാപ്റ്റേഴ്സ് എടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ PSCയുടെ ക്വസ്റ്റ്യൻസിൻ്റെ സോഴ്സ് ഏതൊക്കെ ഭാഗത്തു നിന്നാണോ വരുന്നത് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മളിങ്ങനെ സെലക്റ്റഡ് ചാപ്റ്റേഴ്സ് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് 6ാം ക്ലാസ്സിലെ 10ാമത്തെ പാഠം ജനാധിപത്യവും അവകാശങ്ങളും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇതിൽ ആദ്യം തന്നെ നെൽസൺ മണ്ടേലയുടെ ഒരു അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കോട്ടാണ്, രാജ്യത്തെ എല്ലാ മേൽക്കോയ്മകൾക്കും എതിരായിട്ടാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സഹവർത്തിത്വവും സമത്വവുമുള്ള ഒരു രാഷ്ട്രത്തിന് വേണ്ടിയാണ് ഞാൻ പടവെട്ടുന്നത്. ഇത് നേടിയെടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാവും. നെൽസൺ മണ്ടേലയാണ് പറഞ്ഞിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ ജനാധിപത്യ വിരുദ്ധ ഭരണകൂടത്തിനെതിരെ സമരം നയിച്ച നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ് മുകളിൽ നമ്മൾ വായിച്ചത്. എല്ലാവരെയും തുല്യമായി പരിഗണിക്കുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. അപ്പോൾ എന്താണ് ജനാധിപത്യം എന്നതൊക്കെ നമുക്കറിയാം അല്ലേ? ജനാധിപത്യ വിരുദ്ധ ഗവൺമെൻറ്റുകൾക്ക് എവിടെയൊക്കെ നിലനിന്നോ അവിടെയൊക്കെ ജനാധിപത്യ പ്രക്ഷോഭവും ഉണ്ടായിട്ടുണ്ടെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. നെൽസൺ മണ്ടേലയെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കോയ് ഗ്രാമത്തിൽ കസോസ ഗോത്ര വിഭാഗത്തിൽ 1918 ജൂലൈ 18 ജനിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ നീഗ്രോ വംശജരുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടി പോരാടി. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിര പോരാളിയായിരുന്നു അദ്ദേഹം. രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവിലാക്കപ്പെട്ട അദ്ദേഹത്തിന് 26 വർഷവും 7 മാസം 10 ദിവസവും ജയിലിൽ കഴിയേണ്ടി വന്നു. 1990 ഫെബ്രുവരി 11 ജയിലിൽ നിന്നും മോചിതനായ അദ്ദേഹം 1994 മെയ് 10 ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റായി. 2013 ഡിസംബർ 5 95-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അപ്പോൾ നെൽസൺ മണ്ടേലയെക്കുറിച്ചാണ് പറഞ്ഞത്. ദക്ഷിണാഫ്രിക്കയിലെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം. അവിടുത്തെ ഗോത്ര വിഭാഗങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പോരാടി. അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്നത് ഇവിടെ നമുക്ക് കുറച്ച് ന്യൂസിൻ്റെ ഹെഡ്ലൈൻസ് ആണ് തന്നിരിക്കുന്നത്. ഭൂട്ടാൻ രാജാവ് 4 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് തലസ്ഥാനത്തെത്തുന്നു. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് പകരം സംവിധാനം നീതി ആയോഗ് പ്രധാനമന്ത്രി. അങ്ങനെ കുറച്ച് വാർത്തയുടെ ഹെഡിങ്ങുകളാണ് തന്നിരിക്കുന്നത്. അവിടെ രാജ്യങ്ങളെയും അവിടെ നിൽക്കുന്ന ഗവൺമെൻറ്റുകളെയും നമുക്ക് താഴെ പറയാം. അപ്പോൾ ഈ ടേബിൾ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഭൂട്ടാനിലെ ഗവൺമെൻറ്റിൻ്റെ രൂപം എന്ന് പറയുന്നത് ഭരണഘടനാപരമായ രാജവാഴ്ചയാണ് ഭൂട്ടാനിലേത്. ഇന്ത്യയിലാകട്ടെ ജനാധിപത്യ ഭരണവും, ബ്രൂണൈയിലോ സുൽത്താൻ ഭരണം, മ്യാൻമാർ പട്ടാള ഭരണം. അപ്പം ഇവിടുത്തെയൊക്കെ ഭരണ സംവിധാനം എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഭൂട്ടാൻ രാജാവും ബ്രൂണൈ സുൽത്താനും പിന്തുടർച്ചാടിസ്ഥാനത്തിൽ അധികാരത്തിൽ വരുന്നു. ഇപ്പം രാജഭരണം ഉള്ളിടത്തും സുൽത്താൻ ഭരണം ഉള്ളിടത്തും ഒക്കെ എന്താ, അത് പിന്തുടർച്ച വഴിയാണ് അവർക്ക് അധികാരം ലഭിക്കുന്നത്. പട്ടാള ഭരണവും ജനാധിപത്യേതര ഗവൺമെൻറ്റുകളിൽ പെടുന്നു. ഒരു വ്യക്തിയോ പട്ടാള ഭരണം ജനാധിപത്യമാണോ? അല്ല, ജനാധിപത്യേതര ഗവൺമെൻറ്റുകൾക്ക് ഉദാഹരണമാണ് പട്ടാള ഭരണം. നമ്മുടെ പാകിസ്ഥാനിലൊക്കെ പട്ടാള ഭരണമായിരുന്നു അല്ലേ? ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമമാണ് ജനാധിപത്യേതര ഭരണവ്യവസ്ഥ. ഇന്ത്യയിൽ ജനാധിപത്യ ഭരണക്രമമാണുള്ളതെന്ന് നമുക്കറിയാം. ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണക്രമത്തെ ജനാധിപത്യ ഗവൺമെൻറ് എന്ന് പറയുന്നു. ജനാധിപത്യ ഗവൺമെൻറ്റുകളുടെയും ജനാധിപത്യേതര ഗവൺമെൻറ്റുകളുടെയും സവിശേഷതകളാണ് ഈ ബോക്സിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ജനാധിപത്യ ഗവൺമെൻറ് എന്ന് വെച്ചാൽ എന്താ? ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണമാണ് ജനാധിപത്യ ഗവൺമെൻറ്. അവിടെ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിയമപരമായി ഗവൺമെൻറ് ഉറപ്പു നൽകുന്നു. ഭരണാധികാരികളും നിയമത്തിന് വിധേയരായിട്ട് വേണം അവിടെ പ്രവർത്തിക്കാൻ. ഇനി ജനാധിപത്യേതര ഗവൺമെൻറ്റിനെ കുറിച്ച് പറഞ്ഞാലോ, അധികാരം അവർക്ക് പരമ്പരാഗതമായി കൈമാറുകയോ അല്ലെങ്കിൽ അവർ പിടിച്ചെടുക്കുകയോ ചെയ്യുന്നതാണ്. അവിടെ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും ഒരവകാശങ്ങളും ഇല്ല. അവരുടെ അവകാശങ്ങൾ പരിമിതമാണ്. അവിടെ ഭരണാധികാരി നിയമത്തിന് അതീതനാണ്. അതായത് നിയമം അദ്ദേഹത്തെ ബാധിക്കുന്നില്ല അവിടെ, കാരണം അവർ തീരുമാനിക്കുന്നതാണ് അവിടെ നിയമമായി നടപ്പാക്കുന്നത്. അപ്പോൾ അതാണ് ജനാധിപത്യ ഗവൺമെൻറ്റും ജനാധിപത്യേതര ഗവൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു ജനാധിപത്യ ഗവൺമെൻറ്റാണ് ഇന്ത്യയിലേത്. പിന്നെ ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ മേന്മകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ജനാഭിലാഷം മാനിക്കുന്നു. അതായത് ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് അവിടെ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു. ഓരോ പൗരൻ്റെയും അവകാശങ്ങളും സ്വാതന്ത്ര്യവും സംരക്ഷിക്കുന്നു. ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ് അല്ലേ? ഇപ്പോൾ ഇന്ത്യൻ പ്രസിഡൻറ്റും അല്ലെങ്കിൽ നമ്മുടെ കേരള CMഉം ഇവിടുത്തെ ഒരു സാധാരണ പൗരനും എല്ലാവരും ഈ രാജ്യത്തെ നിയമത്തിന് വിധേയരായിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. ഭരണാധികാരികൾ ജനങ്ങളോടാണ് കടപ്പെട്ടിരിക്കുന്നത്.
ജനാധിപത്യേതര ഗവൺമെൻറ്റുകളുടെ സവിശേഷതകൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ നമ്മളോട് ശരിയായതും തെറ്റായതും ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം കൃത്യമായ കാലപരിധിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്തിന് ഉദാഹരണമാണ്? അത് ജനാധിപത്യത്തിന് ഉദാഹരണമാണ് അല്ലേ? കൃത്യമായ ഇടവേളകളിൽ നടക്കുന്നത് നമ്മളോട് ഇവിടെ ടിക്ക് ചെയ്യാൻ പറഞ്ഞത് ജനാധിപത്യവുമായി ബന്ധപ്പെട്ടതിന് ടിക്ക് കൊടുക്കാനും മറ്റേതിന് ഇൻഡു, ജനാധിപത്യേതരത്തിന് ഇൻഡു കൊടുക്കാനും തന്നെ. തലമുറകളായി കൈമാറി വരുന്ന ഭരണക്രമമാണോ ജനാധിപത്യ ഭരണക്രമം? അല്ല, അത് ജനാധിപത്യേതരം. ജനപ്രതിനിധികളുടെ ഭരണം ജനാധിപത്യ ഭരണം. രാജാവിൻ്റെ സുൽത്താൻ്റെ പട്ടാള മേധാവിയുടെ ഭരണം അത് ജനാധിപത്യേതരമാണല്ലേ. വ്യക്തി സ്വാതന്ത്ര്യം നിലനിൽക്കുന്നത് ജനാധിപത്യത്തിൽ. കോടതികൾക്ക് നിയന്ത്രണം ഉണ്ടോ? അത് ജനാധിപത്യേതരത്തിലാണ് കോടതികൾക്ക് നിയന്ത്രണം വരുന്നത്. അപ്പം ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം കേട്ടോ. ഇപ്പോൾ ജനാധിപത്യ ഗവൺമെൻറ്റുകളെ മറ്റ് ഗവൺമെൻറ്റുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം അവ ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ്. പൗരന്മാർക്ക് ജനാധിപത്യ ജീവിതം സാധ്യമാകണമെങ്കിൽ പൗരാവകാശങ്ങൾ നിലനിൽക്കണം. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നമുക്ക് ലഭ്യമായ ഏതാനും അവകാശങ്ങൾ താഴെ നൽകുന്നു. ജീവിക്കാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം എന്നിവയെല്ലാം ഒരു ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് അവിടുത്തെ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങളും അവരുടെ സ്വാതന്ത്ര്യവുമാണ്. ഇവിടെ ഒരു ന്യൂസാണ് തന്നിരിക്കുന്നത്. സ്പെയിൻ യാത്രയിൽ നിന്നും ഗിത്താർ പഠിക്കുന്നതിൽ നിന്നും എൻ്റെ സ്വപ്നങ്ങൾ മാറിയിരിക്കുന്നു. ജീവനോടെ ഇരുന്നാൽ മതി. അധിനിവേശമില്ലാത്ത സ്വതന്ത്രമായി സമാധാനത്തോടെ ജീവിക്കുന്നത് എങ്ങനെയുണ്ടാകും? ഞാൻ ഒരിക്കലും ഇത് അറിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് മനോഹരമാണോ അത് എന്നുള്ള ഒരു ബ്ലോഗറിൻ്റെ ബ്ലോഗ് ഫറ ബക്കർ എന്ന് പറഞ്ഞ ബാല്യകാലം മുതൽ യുദ്ധഭൂമിയിൽ ജീവിക്കേണ്ടി വന്ന 16-കാരിയായ പാലസ്തീൻ പെൺകുട്ടിയുടെ വാക്കുകളാണിത്. സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത യുദ്ധം ഫറ ബക്കറിൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തു. ഇതുപോലെ സ്വാതന്ത്ര്യം, സമത്വം, സമാധാനം, അവകാശം എന്നീ പദങ്ങൾ അർത്ഥമെന്തെന്നറിയാതെ ധാരാളം പേർ ഈ ലോകത്ത് ഇന്നും ജീവിക്കുന്നുണ്ട്. പല രാജ്യങ്ങളും യുദ്ധത്തിൻ്റെ ഭീതിയിൽ ജീവിക്കുന്നത് നമ്മളിവിടെ ന്യൂസിലൊക്കെ കാണുന്നതാണ് അല്ലേ. അപ്പോൾ അവകാശ സംരക്ഷണത്തിന് ആവശ്യമായ നടപടികൾ എല്ലാ രാജ്യങ്ങളിലെയും ഗവൺമെൻറ്റുകൾ സ്വീകരിക്കുന്നുണ്ട്. അത് അവരുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരൻ അത് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. അപ്പം ഇങ്ങനെ ഉറപ്പ് നൽകുന്ന പട്ടികയാണ്, പൗരൻ്റെ അവകാശങ്ങൾ ഉറപ്പ് നൽകുന്ന പട്ടികയാണ് അവകാശ പത്രിക. ഇന്ത്യയുടെ അവകാശ പത്രിക മൗലിക അവകാശങ്ങൾ എന്നറിയപ്പെടുന്നു. ഇന്ത്യയുടെ അവകാശ പത്രിക അറിയപ്പെടുന്നതാണ് മൗലിക അവകാശങ്ങൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ ഇവിടെ നമുക്ക് മനുഷ്യാവകാശങ്ങൾ എന്ന ഹെഡിങ്ങിൽ ഇവിടെ തന്നിരിക്കുന്നത് വീണ്ടും കുറച്ച് ന്യൂസ് ഹെഡ്ലൈൻസസ് ആണ്. അപ്പോൾ മുകളിൽ തന്നെ അവകാശ നിഷേധങ്ങൾക്കെതിരെയുള്ള കുറച്ച് ഹെഡിങ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അവകാശ ലംഘനം ഉണ്ടാകുമ്പോഴാണ് അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. ആധുനിക കാലത്ത് അവകാശങ്ങളെ പൊതുവെ മനുഷ്യാവകാശങ്ങൾ എന്ന നിലയ്ക്കാണ് വിലയിരുത്തപ്പെടുന്നത്. മനുഷ്യാവകാശ സംഘടനകളൊക്കെ ഉണ്ടല്ലേ. വംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. 1948 ഡിസംബർ 10 നിലവിൽ വന്ന സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചില അവകാശങ്ങൾ ഇവിടെ താഴെ തന്നിരിക്കുന്നുണ്ട്. അത് നമുക്ക് പരിശോധിക്കാം. ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടനാ സ്വാതന്ത്ര്യം, തൊഴിലവകാശം, സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശങ്ങൾ. അപ്പം മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ദേശീയ തലത്തിൽ മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിരവധി നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളുടെയും രൂപീകരണം. SCRT ചാപ്റ്റേഴ്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. ഇവിടെ നമുക്ക് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നു, പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു. അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരും. അതാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. ഇനി ഇവിടെ നോക്കിക്കേ. ജീവിക്കാനുള്ള അവകാശം എന്നാൽ അന്തസ്സോടെയുള്ള ജീവിതം എന്നാണ് അർത്ഥമാക്കുന്നത്. ശുദ്ധവായു, ശുദ്ധജലം, മതിയായ പോഷകാഹാരം എന്നിവയൊക്കെ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ. ഇനി മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ SCRT ചാപ്റ്ററിൽ നമ്മൾ ഒരു ക്ലാസ്സിൽ ഇത് പഠിച്ചതാണ് അല്ലേ, ഭരണഘടനാ സ്ഥാപനങ്ങളെക്കുറിച്ച് പഠിച്ചപ്പോൾ. അപ്പോൾ ആ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ് കാണണം കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ദേശീയ തലത്തിൽ കൈക്കൊണ്ട പ്രധാന നടപടിയാണ്. ഇതിൻ്റെ രൂപീകരണം 1993 പാർലമെൻറ്റ് പാസ്സാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് കമ്മീഷൻ രൂപം നൽകിയത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ ഉണ്ടാകും. റിട്ടയർ ചെയ്ത ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും കമ്മീഷൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്.
അപ്പോൾ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ്? മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിൽ മേൽ അന്വേഷണം നടത്തുക. ഈ ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിന്മേൽ അന്വേഷണം നടത്തുക എന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക എന്നതും ആരുടെ ഉത്തരവാദിത്തമാണ്? മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഉത്തരവാദിത്തമാണ്. മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക എന്നതും മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഉത്തരവാദിത്തമാണ്. മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകളാണ്: മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിന്മേൽ അന്വേഷണം നടത്തുക, ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക, മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക. അപ്പോൾ ആരാണ് നമ്മുടെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന് ചോദിച്ചാൽ അത് ശ്രീ ജസ്റ്റിസ് വി സുബ്രഹ്മണ്യൻ ആണ്. ആരാണ് ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ? ജസ്റ്റിസ് വി സുബ്രഹ്മണ്യൻ. അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും മനുഷ്യാവകാശ കമ്മീഷനുകൾ രൂപം നൽകിയിട്ടുണ്ട്. 1998 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. 1998 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഒരു ചെയർമാനും 2 അംഗങ്ങളും അടങ്ങിയതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. നിക്ഷിപ്തമായിരിക്കുന്ന ചുമതലകൾ തന്നെയാണ് നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകൾ തന്നെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലും നിക്ഷിപ്തമായിരിക്കുന്നത്. മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ മനുഷ്യാവകാശ കമ്മീഷനെ നമുക്ക് സമീപിക്കാവുന്നതാണ്. അപ്പോൾ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന്, ഇപ്പോഴത്തെ കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? അത് അലക്സാണ്ടർ തോമസ് ആണ്. അലക്സാണ്ടർ തോമസ് ആണ് ഇപ്പോഴത്തെ കേരള ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചാണ് അടുത്തത്. എന്തൊക്കെയുണ്ട്? അഭിപ്രായ സ്വാതന്ത്ര്യം എൻ്റെ അവകാശമാണ്, പഠിക്കാൻ എനിക്ക് അവകാശമുണ്ട്, പേരിനും ദേശീയതയ്ക്കും എനിക്ക് അവകാശമുണ്ട്, ബാലവേലയിൽ നിന്നും സംരക്ഷണം എൻ്റെ അവകാശമാണ്. കുട്ടികളുടെ ഏതാനും അവകാശങ്ങളെക്കുറിച്ചാണ് ഇവിടെ തന്നിരിക്കുന്നത്. വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമാണ്. 2009 പാർലമെൻറ്റ് പാസ്സാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം ഇത് എടുത്തു പറയുന്നു. 6 മുതൽ 14 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു. പഠനാനുകൂല അന്തരീക്ഷം, അടിസ്ഥാന സൗകര്യങ്ങളും കുട്ടികളുടെ അവകാശമാണ്. അപ്പോൾ ഈ കുട്ടികളുടെ അവകാശങ്ങളിൽ പറയുന്നതാണ് അതിജീവനത്തിനും സംരക്ഷണത്തിനും പൂർണ്ണ വികാസത്തിനുമുള്ള അവകാശം, മാനസികവും ശാരീരികവുമായ പീഡനങ്ങളിൽ നിന്നും സംരക്ഷണത്തിനും പരിചരണത്തിനുമുള്ള അവകാശം. കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം നിലനിൽക്കുമ്പോൾ തന്നെ അവർ വിവിധ തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ധാരാളം നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെയും സംസ്ഥാന ബാലാവകാശ കമ്മീഷനുകളുടെയും രൂപീകരണം. അപ്പോൾ കൈലാസ് സത്യാർത്ഥി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? 2014 മലാല യൂസഫ്സായിയോടൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ രൂപീകരിച്ച സംഘടനയാണ്, കുട്ടികൾക്ക് വേണ്ടി അദ്ദേഹം രൂപീകരിച്ച സംഘടനയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ. ബാലവേലയ്ക്കെതിരെയാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. കൈലാസ് സത്യാർത്ഥിയെ ഓർത്തിരുന്നോണം. 2014 അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത്. ഒപ്പം തന്നെ നമ്മുടെ മലാല യൂസഫ്സായി അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നോബൽ സമ്മാനം പങ്കിട്ടെടുത്ത കുട്ടിയാണ്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടി 17-ാം വയസ്സിൽ സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ചതാണ് ആർക്ക്? മലാല യൂസഫ്സായിക്ക്. ഇനി സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ കൊളാഷിൽ അവരുടെ അവകാശ നിഷേധത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് പത്രക്കുറിപ്പുകളുടെ. സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനുമായി 1979 സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുകയുണ്ടായി. സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുന്നു.
ഇനി തുല്യ ജോലിക്ക് തുല്യ വേതനം, രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹ്യ മേഖലയിൽ തുല്യ പരിഗണന, സ്കോളർഷിപ്പുകൾ, പഠന സഹായങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തുന്നതിൽ തുല്യ അവസരം. അപ്പോൾ ദേശീയ വനിതാ കമ്മീഷനും സംസ്ഥാന വനിതാ കമ്മീഷനും ഈ സ്ത്രീകളുടെ അവകാശ സംരക്ഷണങ്ങൾക്കും അവർക്കെതിരെയുള്ള അതിക്രമങ്ങളും അവകാശ നിഷേധങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളും കമ്മീഷന് നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ആര് നിൽക്കുന്നത്? ദേശീയ വനിതാ കമ്മീഷനും സംസ്ഥാന വനിതാ കമ്മീഷനുകളും. ഇനി അവകാശങ്ങളും കടമകളെക്കുറിച്ചുമാണ് പറയുന്നത്. അവകാശങ്ങൾ, കടമകൾ. അവകാശങ്ങൾ എന്താ? സ്വാതന്ത്ര്യം എൻ്റെ അവകാശമാണ്. കുട്ടിയെന്ന നിലയിൽ സംരക്ഷണം എൻ്റെ അവകാശമാണ്. വാർദ്ധക്യത്തിൽ സംരക്ഷണം മാതാപിതാക്കളുടെ അവകാശമാണ്. വിദ്യാഭ്യാസവും അതിനുള്ള അടിസ്ഥാന സൗകര്യവും എൻ്റെ അവകാശമാണ്. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അത് പരിഹരിച്ച് കിട്ടാൻ എനിക്ക് അവകാശമുണ്ട്. ഇനി കടമകൾ എന്താ? ഞങ്ങൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് നൽകുക എൻ്റെ കടമയാണ്. എന്നെ സംരക്ഷിക്കുക മാതാപിതാക്കളുടെ കടമയാണ്. വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുക എൻ്റെ കടമയാണ്. സ്കൂൾ നിയമങ്ങൾ അനുസരിക്കുക എൻ്റെ കടമയാണ്. രാഷ്ട്രസേവനവും സമൂഹ സേവനവും എൻ്റെ കടമയാണ്. ഓക്കെ, അപ്പോൾ ഏതാനും അവകാശവും അതിനനുസൃതമായ നമ്മുടെ കടമകളുമാണ് നമുക്ക് ഈ മുകളിൽ തന്നിരിക്കുന്നത്. ഇനി നമ്മുടെ ഗവൺമെൻറ്, ജനാധിപത്യ ഗവൺമെൻറ്റും ജനാധിപത്യേതര ഗവൺമെൻറ്റും എന്ന് നമ്മൾ പറഞ്ഞു. ജനാധിപത്യ ഗവൺമെൻറ് അവകാശങ്ങൾ സംരക്ഷിക്കുന്നു, അല്ലേ? അവകാശങ്ങൾ എന്തൊക്കെയാണ്? മനുഷ്യാവകാശങ്ങൾ, കുട്ടികളുടെ അവകാശങ്ങൾ, സ്ത്രീകളുടെ അവകാശങ്ങൾ. ജനാധിപത്യേതര ഗവൺമെൻറ്റോ അവർ അവകാശങ്ങൾ പരിമിതമാണ്. അതെന്താണ്? അവിടെ ഒന്നോ രണ്ടോ ആളുകളുടെയാണ് അവിടെ നിയമങ്ങളും അവിടുത്തെ അധികാരങ്ങളും നിക്ഷിപ്തമായിരിക്കുന്നത്. അവരുടെ വാക്കുകൾക്കനുസരിച്ചായിരിക്കും അവിടെ ഭരണം നടക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ പാഠത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഈ SCERT ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ ഈ പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സുകൾ നമുക്ക് പല ചാപ്റ്ററിൽ കിടക്കുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ പല പാഠങ്ങളായിട്ട് പഠിക്കുന്നത്. ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും അതുപോലെ തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT ചാപ്റ്ററിൽ പഠിച്ചതാണ്, അല്ലേ? അപ്പോൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ക്ലാസ്സിൽ വരുമ്പോൾ ടോപ്പിക്ക് കുറവായിരിക്കും, കണ്ടൻറ്റ് കുറവായിരിക്കും. അത് നമുക്ക് പ്രിലിമിനറി എക്സാമുകൾക്കൊക്കെ ആയിരിക്കും ഈ ചെറിയ ക്ലാസ്സുകളിൽ നിന്നുള്ള ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യം വരുന്നത്. പക്ഷെ നമ്മളൊരു മെയിൻസ് എക്സാം അതുപോലെ ഡിഗ്രി ലെവൽ എക്സാമൊക്കെ എഴുതുമ്പോൾ നമുക്ക് ഈ 10ാം ക്ലാസ്സിലെയും 11ാം ക്ലാസ്സിലെയൊക്കെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ SCERT ചാപ്റ്റേഴ്സും അതിൻ്റെ കൂടെ നമ്മൾ ഇനി ഇത് തീർന്നിട്ട് നമുക്ക് NCERT ചാപ്റ്റേഴ്സും ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കാണുക. അടുത്ത ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും വരാം. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.